Next question. A rigid flange coupling is to be designed to transmit 20 kilowatt at 1000 rpm assuming suitable allowable stresses. Design the coupling. ഇവിടെ ഫ്ലാഞ്ച് കപ്ലിംഗ് ആണ്. മറ്റൊരു കഴിഞ്ഞ വീഡിയോയിലുള്ളത് മഫ് കപ്ലിംഗ്. സോ ഇവിടെ പവർ ഇസ് ഗിവൺ 20,000 വാട്ട്, സ്പീഡ് ഇസ് ഗിവൺ. Then let the mild steel, let the material of the shaft, key, bolt. ഇത് മൂന്നും ഉണ്ടാക്കിയിരിക്കുന്നത് മൈൽഡ് സ്റ്റീലിനെ കൊണ്ടാണ്. മെറ്റീരിയൽ ഓഫ് ദി കപ്ലിംഗ് കാസ്റ്റ് ആണ്. കഴിഞ്ഞ അതേ പ്രോബ്ലം തന്നെ. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ബോൾട്ട് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് ഫ്ലാഞ്ച് കപ്ലിങ്ങിന്റെ കേസ് ആയതുകൊണ്ട്. ഫ്ലാഞ്ച് കപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഡാറ്റ ഇതാണ് മഫ് കപ്ലിംഗ്. ഈ മേളത്തെ ഇത് മഫ് കപ്ലിങ്ങും ഇതാണ് ഫ്ലാഞ്ച് കപ്ലിംഗ്. ഇവിടെ കാണുന്നത് മെഷീൻ ഡ്രോയിങ്ങിൽ നിങ്ങൾ വരച്ചിട്ടുണ്ടാവും സെക്കൻഡ് ഇയറിൽ. അപ്പോൾ സിഗ്മ ബി തന്നിട്ടുണ്ട്. ടോ സി ഐ ഇത് ബൈ ഹാർട്ട് പഠിക്കുക. ഈ വാല്യൂ 40 per mm square. ടോ 41 ഇത് രണ്ട് നമുക്ക് ഡാറ്റ നമുക്ക് പേജ് നമ്പർ 57 ടേബിൾ 3.5 ബിയിൽ കാണാൻ പറ്റും. സോ ബേസ്ഡ് ഓൺ ദിസ് പവർ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ടോർക്ക് കിട്ടി കഴിഞ്ഞു. നെക്സ്റ്റ് ടു ഫൈൻഡ് ദി ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ്. ഹിയർ ടോ ഈക്വൽ ടു 16t divided by d cube. സോ d is equal to this much. സോ d is equal to capital D is equal to 30 mm. സ്മോൾ d അല്ല capital D ആണ് ഡാറ്റ ബുക്കിൽ ഉണ്ടാവുക. So diameter of the shaft is equal to 30 millimeter എന്ന് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് അപ്പോൾ അങ്ങനെ ഷാഫ്റ്റിൻ്റെ ഡിസൈൻ കഴിഞ്ഞു. കാരണം ഇവിടെ ജസ്റ്റ് ടോർക്ക് മുഖേന ഉണ്ടാകുന്ന ലോഡ് മാത്രമേ ഉള്ളൂ. ഷിയർ സ്ട്രെസ് സെൻട്രലി ബെൻഡിങ് സ്ട്രെസ്സോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻസ് മാത്രം യൂസ് ചെയ്തു. എന്താ പറയുന്നത്, അലോബിൾ തന്നിട്ടുണ്ട്. അലോബിൾ തന്ന സ്ഥിതിക്ക് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിച്ചാൽ അത് സേഫ് തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇവിടെ അലോബിളാണ്, നമ്മൾ കണ്ടുപിടിക്കുന്നതല്ല, ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടോ ആണ്. സോ ആ സ്ഥിതിക്ക് ഇത് എന്താ ഷാഫ്റ്റിന്റെ ഡിസൈൻ സക്സസ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ദി ഷാഫ്റ്റ് ഡയമീറ്റർ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി അതർ ഡയമെൻഷൻസ്. ഫോർ ദാറ്റ് റെഫർ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 252. ഡാറ്റാ ബുക്കിൽ 252 ഇത് ഇവിടെ എടുത്തിട്ടാകുമ്പോൾ ഇവിടെ കാണാൻ പറ്റും. ടോപ്പിൽ കുറേ കാര്യങ്ങൾ ഇവിടെ ഇത് 1 2 3 4 5 അപ് ടു ഇതുവരെ കണ്ടുപിടിക്കണം. സോ ഡയമീറ്റർ ഓഫ് ദി ഹബ്ബ് ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിക്കുക ആദ്യം. ഇതാണ് ഡയമീറ്റർ ഓഫ് ദി ഹബ്ബ്. ഇവിടെ കാണാൻ പറ്റും D1. ആ D1 എന്ന് പറയുന്നത് 2 times D ആണ്. അതേപോലെ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് സർക്കിൾ അത് ഡാറ്റാ ബുക്കിൽ കാണാൻ പറ്റും D2. അതേപോലെ ഡയമീറ്റർ ഓഫ് ദി ഫ്ലാഞ്ച് D3. അതൊക്കെ ഡാറ്റാ ബുക്കിൽ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക ആ ചിത്രം. അപ്പോൾ D1 D2 D3 നമ്മൾ യഥാക്രമം കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ഹബ്ബ് ലെങ്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 252 13.1 G എന്ന് പറയുന്ന ഇക്വേഷൻസ് ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്. 1.5 into D അതാണ് ഇക്വേഷൻസ്. ഡാറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ അതും കിട്ടി. പിന്നെ ലെങ്ത് ഓഫ് ദി കീ എന്ന് പറയുമ്പോൾ 45 ആണ്. കഴിഞ്ഞ ദിവസം പഠിച്ച ബഫ് കപ്ലിങ്ങിൻ്റെ കേസിൽ ലെങ്ത് ഓഫ് ദി കീ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഡിവൈഡ് ബൈ 2 എന്നാണ് എടുത്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ കേസിൽ ഒറ്റ കീ ഉണ്ടാവുക, സ്ട്രെയിറ്റ് ആയിട്ട് ത്രൂ ഔട്ട്. മറ്റത് 2 സെപ്പറേറ്റ് കീ ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 45. അതേ ലെങ്ത് തന്നെ വരും. ഹബ് ലെങ്ത് ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി കീ ഈ ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ കേസിൽ. പിന്നെ ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് അത് ഇവിടെ കാണിക്കാൻ പറ്റും. ഡാറ്റാ ബുക്കിന് ടി സ്മോൾ ടി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഫ്ലാഞ്ച് തിക്നെസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.35 D + 9 millimeter. ഇത് ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 252 കാണാൻ പറ്റും. ഫ്ലാഞ്ച് തിക്നെസ് ടി. ഇത് മേഡപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആണ്. നമ്മൾ പറഞ്ഞിട്ട് ഫ്ലാഞ്ച് ഈസ് ഓൾവേസ് മേഡപ്പ് ഓഫ് കാസ്റ്റ് അയൺ. അപ്പോൾ നെക്സ്റ്റ് ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് അപ്പോൾ ചെക്ക് ദി സ്ട്രെങ്ത് ഓഫ് ദി കീ. ഇതിനൊക്കെ ഷാഫ്റ്റ് ഡിസൈൻ കഴിഞ്ഞു. ഇനി കീനെ നമ്മൾ നോക്കണം, അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും. അപ്പോൾ കീൻ്റെ കേസിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക കൺസിഡറിങ് ഷിയറും ഉണ്ടാവും, പിന്നെ കൺസിഡറിങ് ക്രഷിംഗ് സ്ട്രെസ്സും ഉണ്ടാവും. സോ നമുക്ക് ഈ ഇക്വേഷൻസ് ബൈഹാർട്ട് പഠിക്കും. T is equal to L into B into tau into D/2. D മീൻസ് ഇവിടെ ക്യാപിറ്റൽ D ആണ്. ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് അല്ല, ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ആണ്. അത് ഓർമ്മിക്കുക. ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ക്യാപിറ്റൽ D/2. D/2 എഴുതിക്കോ. കാരണം ഇവിടെ ബോൾട്ട് വരുന്നത് കൊണ്ട് ഈ ബോൾട്ടിൻ്റെ ഡയമീറ്റർ നമ്മുടെ സ്മോൾ ലെറ്റർ D എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. L means length of the key. B means width of the key. Width of the key നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻസ് D/4 ആണ്. ആ ഡാറ്റ നമുക്ക് കാണാൻ പറ്റും. 7.5 8 mm എടുത്തു. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടോ ഇൻഡ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു 35.4 Nm² കിട്ടും. പിന്നെ 35.4 Nm² വരും. മാത്രമല്ല കീ ഈസ് മേഡപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള അലോബിൾ മൈൽഡ് സ്റ്റീലിൻ്റെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 41 Nm² ആണ്. സോ ടോ ഇൻഡ്യൂസ്ഡ് ഈസ് ലെസ് ദാൻ ടോ അലോബിൾ, ഹെൻസ് ദ ഡിസൈൻ ഈസ് സേഫ്. നെക്സ്റ്റ്, ഹെൻസ് ദ ഡിസൈൻ ഈസ് സേഫ് എന്ന് പറയാനായിട്ടില്ല. ഇനി ക്രഷിംഗ് കൂടി നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഡിസൈൻ ഈസ് സേഫ് എന്ന് പറയാൻ പറ്റൂ. സോ ക്രഷിംഗ് ഇക്വേഷൻ
ഇതേമാതിരി ഇത് ഡി ബൈ ടു ആണ്. ടി ഈക്വൽ ടു സ്മോൾ ട്രയലിൽ എച്ച് ബൈ ടു ഇൻറ്റു സിഗ്മ സി ഇൻറ്റു ഡി ബൈ ടു. എച്ചിൻ്റെ വാല്യൂ ഡി ബൈ 6 ആണ്. ദാറ്റ് ഇസ് thickness of the key. ഡാറ്റ ബുക്ക് 61 നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ നൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ ഡാറ്റ ബുക്ക് പേജ് നമ്പർ 61 കാണാൻ പറ്റും. ഇവിടെ ഡി ബൈ 6 എടുക്കുമ്പോൾ സിഗ്മ സിയുടെ വാല്യൂ 108 വാല്യൂ വരും. പക്ഷേ അതേപോലെ സിഗ്മ സി എന്ന് പറയുന്നത് ജസ്റ്റ് 80 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡി ബൈ 6 എടുക്കാൻ പറ്റില്ല. സോ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യുക, ഡി ബൈ 5 കൊണ്ടുവരിക. അപ്പോൾ 90 അപ്പോൾ വരുന്നുണ്ട്, അപ്പോഴും സേഫ് അല്ല. നെക്സ്റ്റ് ഞാൻ ഡി ബൈ 4 എടുത്തു. അപ്പോൾ എച്ച് സിക്വൽ ഡി ബൈ 4 എടുത്താൽ നമുക്കെന്ത് വരും? 7.5 വരും. അപ്പോൾ ഡി ബൈ 6 എടുക്കാൻ പാടില്ല. ഡി ബൈ 6 ആണ് ഡാറ്റ നമുക്ക് ഉണ്ടാവുക. പക്ഷേ കീൻ്റെ കേസിൽ നമുക്ക് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. കീ എന്ന് പറയുന്നത് ചെറിയൊരു പാർട്ട് മാത്രമാണ്. അപ്പോൾ ഡി ബൈ 4 എടുത്താൽ 80 mm കിട്ടും. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സിഗ്മ സി ഈസ് ഈക്വൽ ടു 71 m/mm² കിട്ടും. സോ സിഗ്മ സി ഈസ് ഇൻഡ്യൂസ്ഡ് ഈസ് ലെസ് ദാൻ സിഗ്മ സി അലൗവബിൾ, ഹെൻസ് ദ ഡിസൈൻ ഈസ് സേഫ്. അപ്പോൾ കീ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അപ്പോൾ ഷാഫ്റ്റ് കഴിഞ്ഞു, കീ കഴിഞ്ഞു. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ഡിസൈൻ ഓഫ് ബോൾട്ട് ആണ്. അപ്പോൾ അത്ര നമ്പർ ഓഫ് ബോൾട്ട്സ് എത്ര വേണ്ടത്? ആ കേസിൽ നമ്പർ ഓഫ് ബോൾട്ട്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് I = 0.0132 ടൈംസ് ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ഇൻറ്റു +2. ദാറ്റ് നമുക്ക് പേജ് നമ്പർ 253 കാണാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I = 3 കിട്ടും. അപ്പോൾ 3 ബോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ടോർക്ക് ബേസ്ഡ് ഓൺ ഷിയർ ബോൾട്ട്. പവർ തിരിയുന്ന സമയത്ത് അവിടെ ഷിയറിംഗ് ഉണ്ടാവും. അപ്പോൾ ഷിയർ വരുമ്പോൾ ടോർക്ക് പോലെയാണ് ഷിയർ ഉണ്ടാകുന്നത്. സോ T = ടോപ്പ് ബൈ I d²d2. ഈ ഇക്വേഷൻ ഡാറ്റ നമുക്ക് പേജ് നമ്പർ 252 കാണാൻ പറ്റും. സോ ടോർക്കിൻ്റെ ഇക്വേഷൻസ് നമുക്കറിയാം. ടോർക്കിൻ്റെ കാര്യം നമുക്കറിയാം. ഇൻറ്റു 8 ടോർക്ക് 41 ഉണ്ട്. പൈ ഇൻറ്റു 3 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ടോ എന്ന് പറയുന്നത് നമ്മൾ അലൗബിളാണ് എടുക്കുന്നത്. സോ അതുകൊണ്ട് ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് ഈസ് ഈക്വൽ ടു 6.6 mm വരും. അതിന് സ്റ്റാൻഡേർഡ് ആയിട്ട് 7 mm 8 mm എടുക്കാം. ഞാനിവിടെ 7 എടുത്തത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് കിട്ടി. ഇനി ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചെക്ക് ദി സ്ട്രെങ്ത് ഓഫ് ദി കപ്ലിംഗ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റും കപ്ലിങ്ങിൻ്റെ സ്ട്രെങ്ത് ആണ് നമുക്ക് നോക്കേണ്ടത്. കാരണം ഇപ്പോൾ ഡി സി കൊണ്ട് 7 ആകുമ്പോൾ എന്താ പറയേണ്ടത്? ഇവിടെ ഡിസൈൻ സക്സസ് ആണ്. എന്തുകൊണ്ട്? കാരണം ഇവിടെ ടോ എന്നത് നമ്മൾ അലൗബിളാണ് എടുത്തത്. ടോ അലൗബിൾ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ടോ ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ടോ ഇൻഡ്യൂസ്ഡ് ടോ അലൗബിളായിട്ട് കമ്പയർ ചെയ്തിട്ട് വിതർ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ നോട്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ടേക്ക് പോകാൻ. പക്ഷെ നമ്മളിവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ കേസിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടോർക്കിൻ്റെ വാല്യൂ അറിയാം. ടോ എന്ന് പറയുന്നത് നമ്മൾ ഇതെടുത്തു, അലൗബിൾ എടുത്തു. സോ ഫ്രം ദിസ് യു ക്യാൻ കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഡയമീറ്റർ ഓഫ് ദി bolt. Next, check the strength of the coupling. Torque capacity based on sharing of flange. T is equal to with equation data to page number 252. Use here. T ന്റെ വാല്യൂ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ ബി is equal to 1.2 Nm/m², which is less than sigma b allowable. അപ്പോൾ ഇത് ഓക്കെ ആണ്. നെക്സ്റ്റ് ടോർക്ക് കപ്പാസിറ്റി ബേസ്ഡ് ഓൺ ഷിയർ ഓഫ് ഫ്ലാൻജ്. ദാറ്റ് നമുക്ക് പേജ് നമ്പർ 252 ഇക്വേഷൻ നമ്പർ 13.2 ഡി സി ഡി ഇ ആയിരിക്കും. ഈ ഇക്വേഷൻ ആണ്. ഇത് 13.2 ഡി ആയിരിക്കും ഈ ഇക്വേഷൻ. ഡാറ്റ നമുക്ക് കാണാൻ പറ്റും. 13.2 ഡി കറക്റ്റാണ്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ടോ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. ടോ 3.14 60². ടോ = 1.24 Nm². അപ്പോൾ ടോ എന്ന് പറയുന്നതാണ് ഇവിടെ കാസ്റ്റ് ആണ്. സോ ടോ 1.24 mm², which is less than ടോ allowable, hence the design is safe എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇത് അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇവിടെ ഇപ്പോൾ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ടും അറിയില്ല, പക്ഷേ ടോയും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. പക്ഷെ നമുക്ക് രണ്ടും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഒന്നിൻ്റെ ടോയിലൊക്കെ നമുക്ക് എല്ലാം അറിയാം, പക്ഷെ ടോയെ നമുക്ക് അറിയാതെ വരിക. അപ്പോൾ നമ്മൾ ടോ ഇൻഡ്യൂസ്ഡ് കണ്ടിട്ട് ടോ അലൗബിളായിട്ട് കമ്പയർ ചെയ്യും. ഇവിടെ എന്താ പറയുന്നത്, ഡയമീറ്റർ നമുക്ക് അറിയില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ ടോ ഇൻഡ്യൂസ്ഡ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പകരം ഡയറക്റ്റ് ടോ അലൗബിൾ എടുത്താൽ മതി. അത് സക്സസ് ആയിട്ട് വരിക. സോ ഡയമീറ്റർ = 7 mm. അപ്പോൾ ഇനി സ്പെസിഫിക്കേഷൻസ് നോക്കുക. സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് പറയുന്നത്? ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് നിങ്ങൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് അവിടെ എഴുതുക. ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് D is equal to 30 mm. ഡയമീറ്റർ ഓഫ് ദി ഹബ് D1 = 60 mm. ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് സർക്കിൾ 90 mm. ഡയമീറ്റർ ഓഫ് ദി ഫ്ലാഞ്ച് ഡിസ്പെച്ച് L. ലെങ്ത് ഓഫ് ദി കീ കിട്ടി, ലെങ്ത് ഓഫ് ദി ഹബ് കിട്ടി. അത് രണ്ട് ഈക്വലാണ്.
പിന്നെ വിഡ്ത്ത് ഓഫ് ദി കീ നമുക്ക് മനസ്സിലായി, തിക്നെസ് ഓഫ് ദി കീ അറിയാം, ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട് 7 mm കിട്ടി, തിക്നെസ് ഓഫ് ദി ഫ്ലാഞ്ച് കിട്ടി, നമ്പർ ഓഫ് ബോൾട്ട്സ് 3 കിട്ടി. 3 ആയാൽ അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇത് ബോൾട്ടും ഫ്ലാഞ്ചും തമ്മിൽ ഉള്ള അസംബ്ലി ആണ്. നമ്മുടെ ഡയഗ്രം ഒക്കെ മനസ്സിലാവും, അവിടെ ബോൾട്ടും ഫ്ലാഞ്ചും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ഭാഗമാണ്. ആ ഇന്റർസെക്ഷനിൽ ഈ ടോർക്ക് കാരണം ഇത് പൊട്ടുമോ എന്നുള്ള ചെക്ക് ചെയ്യാണ് നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. പക്ഷെ അതിൽ നമുക്ക് മനസ്സിലായി അത് പൊട്ടില്ല, ബ്രേക്ക് ആവില്ല എന്നുള്ള കാര്യം നമുക്ക് അത് വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെ ഇത് സംശയം നോക്കുക, അതായത് അവിടെ ഫോർ നമ്മൾ ടോർക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ ടോർക്ക് ടീയിൽ ടോർക്ക് ടീ നമുക്കറിയാം, അതേപോലെ അലവബിൾ ടോയ് നമുക്കറിയാം. അപ്പോൾ അലവബിൾ ഈ ടോർക്ക് ടീൻ്റെ അകത്ത് അലവബിൾ ടോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താകുമ്പോൾ നമ്മൾ ബോൾട്ട് ഡയമീറ്റർ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അത് സേഫാണ്, കാരണം ആ ടോ അലവബിളിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനിലാണ് ഡി കിട്ടിയത്, ആ ബോൾട്ട് ഡയമീറ്റർ. സോ ആ അലവബിളിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ബോൾട്ട് ഡയമീറ്റർ നമുക്ക് കിട്ടി. പിന്നെ ഒന്നും പഠിക്കാനില്ലല്ലോ, അത് സക്സസ് ആണെന്ന് നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം, അത്ര വലിയ ടഫൊന്നുമല്ല. ഓക്കെ, താങ്ക് യു.